ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നത് വിശ്വസിക്കുന്നു. വീഡിയോസൊക്കെ കാണി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഓട്സ് വെച്ചിട്ടുള്ളൊരു കിച്ചടിയാണ്. ഓട്സ് പൊതുവെ എല്ലാവർക്കും തന്നെ കഴിക്കാനത്തെ മടിയുള്ള കാര്യമാണ്. അപ്പോൾ ഇത് കിച്ചടി ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റിയാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമില്ലാത്തവരും കൂടി കഴിച്ചു പോകും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നമ്മുടെ ചാനലിൽ കുറേ ഓട്സിൻ്റെ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരെങ്കിൽ അതും കൂടെ കണ്ട് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഓട്സ് കിച്ചടി ഉണ്ടാക്കാൻ തുടങ്ങാം. കിച്ചടി ഉണ്ടാക്കാനായിട്ട് ഒരു പ്രഷർ കുക്കർ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുക്കർ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. കോക്കനട്ട് ഓയിലോ വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ നെയ്യിൽ വേണമെങ്കിലും നമുക്കിതുണ്ടാക്കാം. എണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്ക് 3 ഗ്രാമ്പും 2 ചെറിയ കഷ്ണം പട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കണം. സ്പൈസസ് എല്ലാം പൊട്ടി വരുമ്പോഴേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ഉണക്കമുളക് 2ആയിട്ട് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിക്കണം. കറിവേപ്പിലയും ഉണക്കമുളകും ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 പച്ചമുളകും 1 ചെറിയ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. സവാളയും പച്ചമുളകെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവാള എല്ലാം ഒന്ന് ചെറുതായിട്ട് സോഫ്റ്റായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ക്യാരറ്റ് ചോപ്പ് ചെയ്തതും 1/4 കപ്പ് ബീൻസ് ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസും 1/4 കപ്പ് ഫ്രോസൺ കോണും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പരിപ്പ് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ പരിപ്പ് നിങ്ങൾക്ക് അധികം വേണ്ടെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് ചേർത്താലും മതി. ഞാനിവിടെ പരിപ്പ് 1 മണിക്കൂർ ഒന്ന് കുതിർത്ത് വെച്ചതാണിത്. കുതിർത്ത് വെള്ളമെല്ലാം കളഞ്ഞ് വെച്ചതാണ്. ഇനി നമുക്കിതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന തോരപ്പരിപ്പാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ഓട്സും കൂടി ചേർത്ത് കൊടുക്കാം. പരിപ്പ് ഓട്സും ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 4.5 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഇപ്പോൾ 1 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുത്തിട്ട് ഉപ്പുപൊടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പ് കുറവാണെന്ന് തോന്നിയാൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം വെള്ളം ചേർത്ത് കഴിഞ്ഞ് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി കുക്കർ മൂടി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് 1 വിസിൽ വരുന്നവരൊന്ന് വേവിക്കണം. അതിനുശേഷം സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് 2 വിസിൽ വരുന്നവരെ കുക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിടാം. ഇപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ടിട്ട് കുക്കറിൻ്റെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തുറന്ന് നോക്കാം. തുറന്നതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഓട്സും പരിപ്പും എല്ലാം നല്ല പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇത് കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്കും വീണ്ടും ഒന്ന് തിക്കായിട്ട് വരും. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിന് ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കാം. അവസാനം നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. റെഡിയായ കിച്ചടി നമുക്ക് ചൂടോടെ തന്നെ അച്ചാർ, പപ്പട ഇവയൊക്കെ ചേർത്ത് കഴിക്കാവുന്നതാണ്. കിച്ചടിയിൽ കുറച്ച് നെയ്യിട്ട് കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള സിമ്പിളും ഹെൽത്തിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.